ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. ആമ്പിള്ളേരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഷാജിദ ഷാജി ആണല്ലോ അങ്ങനെ യൂട്യൂബിലൊക്കെ എങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഇപ്പൊ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പൊന്നോ, ഇതുപോലെ സ്വന്തം അമ്മയെ നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചു കീറുന്ന ഒരു മകളെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് നമ്മള്. അതുകൂട്ട് പന്ന സ്വഭാവം കാണിച്ചു സ്വന്തം അമ്മ. അത് ആ അമ്മയുടെ വീട്ടിലാണ് കയറി കിടക്കുന്ന ഇവള്. ആ വീട്ടിൽ കിടന്നുകൊണ്ട് സ്വന്തം തള്ളേനെയാണ് ഇതുപോലെ അധിക്ഷേപിച്ചത്. അത് മക്കളെല്ലാവർക്കും അഭിമാനമാണ് അല്ലെ? പുള്ളിക്കാരിക്ക് അതിലേറെ എന്റെ മക്കളെ വിട്ട് നിന്നെ തലിക്കുവടാ. അപ്പൊ ഇവരെ ഗുണ്ടകളെ പോലെ വളർത്താനുള്ള ശ്രമത്തിലായിരുന്നു ഈ പുള്ളിക്കാരി. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ പുള്ളിക്കാരി ചെയ്യുന്ന വീഡിയോയ്ക്കെതിരെ ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കും. അതൊക്കെ അവരുടെ ഒരു പൊറോട്ട് നാടകമായിരുന്നു കേട്ടോ സത്യത്തില്. കാരണം ഞാൻ എല്ലാവരോടും പറയും കേസ് കൊടുക്കും, നിന്നെ കൊടുക്കും, വനിതാ സെല്ലിൽ നിന്ന് വിളിക്കും. പല സ്ഥലങ്ങളിൽ ഇവര് തന്നെയാണ് ഫോൺ വിളിച്ചേക്കുന്നത്. എന്നിട്ട് ഇവര് പറയാണ് കേസ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്ന ആളുടെ കാര്യം എന്തായി? ഇപ്പൊ അവനായി ശവമായി. പുള്ളിക്കാരിക്കെതിരെ എല്ലാ കേസുകളും ഇപ്പൊ വരികയാണ്. ഇപ്പൊ നിന്നെ കാണിച്ചു തരാടാ, നിന്റെ ചാനൽ പൂട്ടിക്കൂടാന്ന് പറഞ്ഞ ആളുടെ ചാനൽ പൂട്ടാൻ പോകുന്നു. അതോടൊപ്പം പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫേസ് പാക്കിന്റെ ബിസിനസ്, അതിനെതിരെ പണി വരുന്നു. കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ച് എന്തും ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ധാർഷ്ട്യം തന്റെ ഇടം കാണിക്കുന്നവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ എന്തായാലും ഒരു കരക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ പുള്ളിക്കാരുടെ ചാനൽ പൂട്ടുകയും പുള്ളിക്കാരുടെ ബിസിനസ് പൂട്ടുകയും അങ്ങനെ തരത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എന്തായാലും വേൾഡ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രമ എന്ന് പറയുന്ന വ്യക്തി ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം. അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത, അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇത് തന്നെയല്ലേ യൂട്യൂബേഴ്സ് പറഞ്ഞോളൂ. ഇവരെ വായുന്നവന് അതുപോലെ കെട്ട വർത്താനങ്ങളും എല്ലാരും വെല്ലുവിളിക്കുകയും നിങ്ങള് തല്ലും കൊല്ലൂ എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞോണ്ടല്ലേ റിയാക്ഷൻ വീഡിയോ ചെയ്തവരൊക്കെ വീഡിയോ ഇട്ടുള്ളൂ. അതിനാണ് പുള്ളിക്കാരി പറഞ്ഞത് നിങ്ങൾക്കെതിരെ കേസാക്കും, നിങ്ങളുടെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞത്. അതേ വ്യക്തിക്കെതിരെ ഇപ്പൊ ആൾക്കാർ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി താമസിക്കാതെ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ഇവരുടെ വീട്ടിലെത്തും. അപ്പൊ അതുകൂടെ ആയി കഴിയുമ്പോൾ അടപടല അങ്ങ് പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കാം. സമാധാനപരമായിട്ട് യൂട്യൂബ് ചാനൽ നോക്കി സന്തോഷകരമായി ജീവിക്കേണ്ടതിന് പകരം ഇങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയത്. എന്തായാലും ബാക്കി നമുക്ക് കേട്ടു നോക്കാം. ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900, 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും, പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളേരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് സോഷ്യൽ, അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ്, വിവരമില്ലായ്മയാണോ, എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടി എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. ചാക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ
ഈ എല്ലാരും അങ്ങോട്ട് വെല്ലുവിളിയായിരുന്നു. ഇപ്പൊ അവര് പറഞ്ഞിട്ടില്ല, ഒരുപാട് പേര് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും ഈ പുള്ളിക്കാരത്തി ഓരോ ചാനലിനെ കണ്ടു വെച്ചേക്കുമായിരുന്നു. അവരെ പൂട്ടണം, ഇവരെ പൂട്ടണം, അവർക്കെതിരെ പണിയണം, ഇവർക്കെതിരെ പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ എല്ലാരും ഇപ്പൊ അവൾക്കെതിരെയായി. എന്ത് ചെയ്യൂന്ന് പറ. എന്നിട്ട് ഫോണിൽ വന്ന് നമ്മളൊക്കെ ഇടുന്ന വീഡിയോയുടെ അടി വരുന്ന കമന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞ്. അത് ശരിയാണ്, ജീവിക്കാൻ അനുവദിക്കുന്നതിന് എന്താ കുഴപ്പം? അവരവരുടെ ജീവിതം അവരവരല്ലേ ജീവിക്കുന്നത്. മാന്യമായിട്ട് ജീവിക്കുക, യൂട്യൂബ് ചാനലൊക്കെ നോക്കി അവരവരുടെ കാര്യം നോക്കിയൊക്കെ ജീവിക്കുക. അല്ലാതെ അതിനകത്ത് ഈ മാതിരി കട്ടക്കൂട്ടം തെറി പറഞ്ഞ് സ്വന്തം തള്ളേനെ നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചേറി സ്വന്തം മക്കളെ ഗുണ്ടയായിട്ടൊക്കെ വളർത്തും, നിന്നെ തല്ലിക്കൂടാ, നിന്റെ അപ്പൻ ചത്തില്ലേടാ, എന്റെ ബ്രാക്കാടാന്നൊക്കെ പറഞ്ഞ എന്ത് മാന്യതയാണത്? അപ്പൊ എന്തായാലും ഈ പുള്ളിക്കാരത്തി തന്നെ എല്ലാരും ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. സത്യത്തില് ഇവരുടെ മക്കളെ ആരാണ് കരിവാരി തേച്ചത്? ആരാണ് സമൂഹത്തിന് മുമ്പില് ഈ പുള്ളിക്കാരത്തിനെയും ഈ പുള്ളിക്കാരത്തിന്റെ കുടുംബത്തിനെയും പുള്ളിക്കാരത്തിന്റെ ഉമ്മേനെയൊക്കെ വലിച്ചു കീറിയത്? ഇവര് തന്നെയല്ലേ, സ്വന്തം കുഞ്ഞുങ്ങളെ അല്ലേ ഇവള് തന്നെ നാട്ടുകാരുടെ മുമ്പില് വീഡിയോ എടുത്തിട്ട് കൊടുത്ത് ഓരോന്ന് ചെയ്യിച്ച് തന്തയ്ക്കും വിളിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറയിപ്പിച്ചത് ഇവര് തന്നെയാ. എന്നിട്ട് പുള്ളിക്കാരത്തി പറയാണ് എനിക്കെതിരെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അനാവശ്യ വീഡിയോ ഇട്ടെന്ന്. ഇവരിട്ട വീഡിയോയാണ് യൂട്യൂബേഴ്സ് എടുത്തിട്ട് പ്രതികരിക്കുന്നത്. പുള്ളിക്കാരത്തിന് വെച്ച് ഷൂട്ട് ചെയ്തുണ്ടാക്കിയോ വീഡിയോ? ഇല്ലല്ലോ. ഏതെങ്കിലും യൂട്യൂബർ വന്നിട്ട് എന്നാ സാധ്യത ഷാജി നിങ്ങൾ അഭിനയിക്കും, ഞങ്ങൾ അതുപോലെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞോ? ഇല്ല, ഇവര് തന്നെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടാണ് ആൾക്കാർ റിയാക്ട് ചെയ്തത്. ഈ യൂട്യൂബേഴ്സ് തന്നെയല്ലേ ഈ പുള്ളിക്കാരത്തിനെ വളർത്തിയത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.